നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഗായികരായി തിളങ്ങി നിൽക്കുന്ന താര സഹോദരിമാരാണ് അമൃത സുരേഷും അഭിരാമി സുരേഷും. അമൃതം ഗമയ എന്ന പേരിൽ ഇരുവരും ചേർന്ന് ഒരു ബാൻഡ് രൂപീകരിക്കുകയും വിദേശത്തടക്കം നിരവധി പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇടയ്ക്ക് അഭിരാമി സ്വന്തമായി ഒരു റെസ്റ്റോറന്റ് തുടങ്ങി ബിസിനസ് രംഗത്തേക്കും ചുവട് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാംഗ്ലൂർ പരിപാടിക്ക് വേണ്ടി പോയതിന്റെ വിശേഷങ്ങളായിരുന്നു അഭിരാമി പങ്കുവച്ചത്. ഒപ്പം വ്യത്യസ്തമായ ഭക്ഷണം കഴിക്കേണ്ടി വന്ന അനുഭവവും ഗായിക പറഞ്ഞു. ആടിന്റെ തലച്ചോറ് മുതൽ കണ്ണ് വരെ ഭക്ഷണത്തിൽ കിട്ടിയതിനെ പറ്റിയാണ് പുതിയ വ്ളോഗിലൂടെ പറയുന്നത്. ആടിന്റെ കണ്ണും തലയോട്ടിയും തലച്ചോറും ഒക്കെ ഇട്ട ഒരു വിഭവം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? കലാരംഗത്തുള്ളതിന്റെ ഒരു വലിയ ഗുണം തന്നെയാണ് ഷോകൾക്ക് വേണ്ടി യാത്രകൾ ചെയ്യാൻ കഴിയുന്നതും ഓരോ സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ ആചാരങ്ങൾ, ഭക്ഷണ രീതികളൊക്കെ അറിയാൻ സാധിക്കുക എന്നത്. മട്ടൺ ആദ്യമായി അല്ല കഴിക്കുന്നത്, പക്ഷെ ഇങ്ങനെ തലക്കറി കണ്ണോടെയും തലച്ചോറോടും കൂടിയൊക്കെ കഴിക്കുന്നത് ആദ്യമായി തന്നെയാണ്. രുചി എനിക്ക് പേഴ്സണലി ഇഷ്ടമായില്ല, പക്ഷേ അവിടുത്തെ സ്വദേശികൾ ഒരുപാട് എൻജോയ് ചെയ്ത് കഴിക്കുന്നത് കാണാമായിരുന്നു. എന്തായാലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ മുരളി ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ കൾച്ചർ അല്ലല്ലോ, എല്ലായിടത്തും നമുക്ക് ഇഷ്ടമുള്ളതും നമ്മൾ അവർക്ക് ഇഷ്ടമുള്ളതും അവരും കഴിക്കുന്നു, അത്രമാത്രം. എല്ലാവരും ഒരേപോലെ ആവണമെന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. വ്യത്യാസങ്ങളിലും ഒരുമ കാണുക, അല്ലേ? ഇതുപോലെ നമ്മുടെ ഇന്ത്യയിലെ വിചിത്രമായ ഭക്ഷണങ്ങളെ പറ്റി അറിയുമെങ്കിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണേ, സ്നേഹം മാത്രം ആമി എന്ന് പറഞ്ഞാണ് അഭിരാമി കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ മറ്റൊരു ഭക്ഷണ രീതിയും അഭിരാമി പുറം ലോകത്തിന് പരിചയപ്പെടുത്തിയിരുന്നു. ഭക്ഷണത്തെക്കുറിച്ചാണ് അഭിരാമി ആദ്യം പറഞ്ഞിരുന്നത്. രജപുത് രാജാക്കന്മാരുടെ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചാലോ? ബാംഗ്ലൂർ ഒരു ഷോയ്ക്ക് പോയി തിരിച്ചു വന്നപ്പോൾ ഞങ്ങളെ മാനേജ് ചെയ്ത ഒരു ചേട്ടൻ കൊണ്ടുപോയ ഒരു കിടിലൻ സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. നന്മയുള്ള കാര്യങ്ങൾ ഇരുചെവി അറിയാതെ ചെയ്യുകയും നമുക്ക് വേണ്ട സന്തോഷം അനുഭവങ്ങൾക്കുമായി കുടുംബത്തിൻ്റെയും ഉയർച്ചയ്ക്ക് വേണ്ടി ആവണം നമ്മൾ കഷ്ടപ്പെടുന്ന പൈസ ഉപയോഗപ്പെടുത്തേണ്ടതെന്ന ചിന്തയുള്ള ആളാണ് ഞാൻ. എല്ലാവരും ഒരുപോലെ ചിന്തിക്കണമെന്നില്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇതുപോലെ ഒരുപാട് യാത്രകൾ ചെയ്യാനും ഓരോ പുതിയ കാര്യങ്ങൾ അറിയാനും അനുഭവിക്കാനും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രജപുത്തിന്റെ ഭക്ഷണം നന്നായിരുന്നു. ബാക്കിയൊക്കെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ സ്നേഹം മാത്രമെന്നും അഭിരാമി പറഞ്ഞു നിർത്തുകയായിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.